അങ്ങനെ ARM അഥവാ അജയൻ്റെ രണ്ടാം മോഷണം ആദ്യ ഷോ തന്നെ കണ്ടു. അപ്പോൾ സിനിമയുടെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാൻ പോവുകയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. ഈ സിനിമയുടെ ആദ്യത്തെ ഷോ തന്നെ നിർഭാഗ്യവശാൽ എനിക്കൊരു പ്രശ്നം പറ്റി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല, ആൾ കേരള തിയേറ്റേഴ്സിലും ആ പ്രശ്നം വന്നു. ഈ സിനിമ ശരിക്ക് 3D സിനിമയാണ്, പക്ഷേ എനിക്ക് 3Dയിൽ കാണാൻ പറ്റിയില്ല. അതൊരു വലിയൊരു കുറവായിപ്പോയി. കാരണം ഈ സിനിമ 3Dയിൽ തന്നെ കാണേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഷോയ്ക്ക് പോയപ്പോൾ അത് 3Dയിൽ വന്നിട്ടില്ല. ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും 3Dയിൽ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എനിക്കങ്ങനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ സിനിമ കാണുന്ന സമയത്ത് ആദ്യം തന്നെ കാണിക്കുന്ന ആ രംഗങ്ങൾ, അതേപോലെ ഈ സിനിമയുടെ ആക്ഷൻ രംഗങ്ങൾ, അതേപോലെ ചാടിക്കളി, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ തന്നെ 3Dയിലാണെങ്കിൽ നമുക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പക്ഷേ അതെനിക്ക് നിർഭാഗ്യവശാൽ 2Dയിലാണ് കാണാൻ പറ്റിയത്. അപ്പോൾ 3Dയിൽ കാണുമ്പോൾ എന്തായാലും ഒന്നുകൂടി ഇത് നന്നായിരിക്കും. ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ എന്താണോ പറഞ്ഞത്, ഞാൻ എന്താണോ ഊഹിച്ചത്, അതുപോലെയൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ കഥാപാത്രങ്ങളുള്ളത്. ഇതിൽ 3 വേഷങ്ങളാണ് ടൊവിനോ തോമസിനുള്ളത്. ഞാനിത് ഇങ്ങനെ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടാവുമെന്ന് ഒന്ന് വിചാരിച്ചിരുന്നു. കാരണം ട്രെയിലറിൽ കണ്ടപ്പോൾ ക്യാരക്ടറുകളൊക്കെ വ്യത്യസ്ത ക്യാരക്ടറുകളാണ്. അപ്പോൾ ട്രെയിലറിൽ നന്നായിട്ടുണ്ട്, പക്ഷേ അത് സിനിമയിലുടനീളം എങ്ങനെയാണെന്ന് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രതീക്ഷയെ ടൊവിനോ ഒട്ടും തകർത്തിട്ടില്ല. 3 വ്യത്യസ്ത വേഷങ്ങളാണ്. അത് ശരിക്കും ടൊവിനോ ഇതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ വേഷം എന്ന് പറയുന്നത് ഒരു കളരി ആശാൻ്റെ റോളാണ്. പക്ഷേ കളരിയാശാൻ മാത്രം ആയാൽ പോരാ, ആ ക്യാരക്ടറിന് വളരെയധികം ഒരു ഗൗരവ സ്വഭാവമുണ്ട്. ജനങ്ങളൊക്കെ ആരാധിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഗൗരവ ഭാവം, അതേപോലെ കളരി ആശാൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അഭ്യാസമൊക്കെ വേണമല്ലോ. അതൊക്കെ ടൊവിനോ ആ വേഷത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് പറയുന്നത് ഈ സിനിമയുടെ പവർഫുള്ളായ ക്യാരക്ടർ. ഞാൻ മറ്റേ ട്രെയിലറിൽ പറഞ്ഞ പോലെ തന്നെ മണിയൻ എന്ന കള്ളൻ്റെ കഥയാണ് ഈ സിനിമ. ഈ സിനിമയുടെ പേര് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന പോലെ തന്നെ സിനിമ മുഴുവൻ മോഷണമാണ്. മോഷണത്തിലൂടെ പോകുന്ന ഒരു ഇതിഹാസ കഥയാണ്. ഇത് സാങ്കല്പിക കഥയാണ് കേട്ടോ, യാഥാർത്ഥ്യമൊന്നും അല്ലാന്ന് ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. സാങ്കല്പികമാണെങ്കിലും അത് കണ്ടിരിക്കാൻ നമുക്ക് അങ്ങനെ ഒരു ലേഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ഇതിൽ കുറച്ച് പ്രണയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ലേഗ് പോലെ നമുക്ക് തോന്നുമെങ്കിലും ആ പ്രണയം അവിടെ വരണമെങ്കിൽ അത് ആ രീതിയിൽ തന്നെ വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അതിൽ നല്ല പ്രണയ സോങ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സിനിമയുടെ ഞാൻ പറഞ്ഞ പോലെ ഈ മോഷണത്തിൻ്റെ ഒരു സാഹചര്യമാണ് ആദ്യം മുതൽ അവസാനം വരെ ഉള്ളത് കൊണ്ട് ഇതിലെ ക്യാരക്ടർ, ആ നടുവിൽ വരുന്ന മണിയൻ ക്യാരക്ടർ വളരെയധികം പവർഫുൾ ആയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ കായംകുളം കൊച്ചുണ്ണിയില്ലേ, അപ്പോൾ നമ്മൾ കൂട്ടുകാരോടൊക്കെ നമ്മൾ സാധാരണ പറയില്ലേ, നീ കായംകുളം കൊച്ചുണ്ണിയുടെ അനന്തരവനാണോ എന്ന് ചോദിക്കില്ലേ, ആ അനന്തരവനെ ഇവിടെ കാണാം. കാരണം കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു പവർഫുള്ളായ വേർഷനാണ് മണിയൻ എന്ന ക്യാരക്ടർ. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മണിയന് എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കൊരു കള്ളൻ എങ്ങനെ ഇരിക്കണം, അതിൻ്റേതായ മുടി, അതുപോലെ കണ്ണ്, അതേപോലെ ആ സംസാരം, അങ്ങനത്തെ എല്ലാം തന്നെ ടൊവിനോ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. കാരണം ഭാഷാ ശൈലി പോലും ഒരു കള്ളൻ എങ്ങനെയായിരിക്കും, ഒരു അഭ്യസ്ത വിദ്യനായ, അതായത് നല്ല പഠിച്ചിട്ടുള്ള ഒരാൾ പോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഭാഷാ ശൈലി പോലും ഈ സിനിമയിൽ ആ കള്ളന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഡയറക്ടറും അതേപോലെ റൈറ്റേഴ്സും പിന്നെ ഇത് അഭിനയിച്ചിരിക്കുന്ന ടൊവിനോയും. പിന്നെ ഈ പവർഫുള്ളായ മണിയൻ എന്ന ക്യാരക്ടറും അഭ്യാസി തന്നെയാണ്. ഈ 3 ക്യാരക്ടറുകളും അഭ്യാസികൾ തന്നെയാണ് കേട്ടോ, അതായത് ആക്ഷൻ നന്നായിട്ട് ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ മണിയനാണ് ഫുള്ളായിട്ട് അങ്ങോട്ട്. ഇതിൽ മണിയന് വന്നിട്ട് മറ്റേ മിന്നൽ മുരളിയത്തെ ആ ഒരു റെഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മിന്നൽ പോലെ വന്നു പോവുക, വരുന്ന സമയത്ത് പന്തൊക്കെ കെടുക, ബുള്ളറ്റിൽ നിന്നടക്കം ആൾ മാറുക, കുന്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, അത് പ്രതീക്ഷിക്കാതെ ഒരു കുന്തം വരുന്ന സമയത്ത് ശരിക്കും 3Dയിലാണെങ്കിൽ അത് നമ്മളെ കുത്തുന്ന പോലെ ഇരിക്കും കേട്ടോ, അത് നന്നായിരിക്കും. അജയൻ ക്യാരക്ടർ, അജയൻ്റെ രണ്ടാം മോഷണം എന്നാണല്ലോ സിനിമയുടെ പേര്. അജയൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണ യുവാവ് പൂർവികർ ചെയ്യുന്ന തെറ്റുകൾക്ക് ചിലപ്പോൾ മക്കളായിരിക്കും അനുഭവിക്കേണ്ടി വരിക. കാരണം ഒരു യുവാവ് എങ്ങനെയാണോ നാട്ടുകാരുടെ നിന്ദനങ്ങൾക്കിടയിലൊക്കെ അങ്ങനെ വളർന്നു പോകുന്നത്, അതൊരു വ്യത്യസ്ത വേഷം, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അജയന് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ആളും
കളരി ആശാനാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ ടൊവിനോ ഈ സിനിമ അഭിനയിക്കുമ്പോൾ എങ്ങനെ അഭിനയിച്ചു എന്നറിയില്ല. കാരണം മൂന്ന് വേഷങ്ങളാണ്. കളരി ആശാൻ്റെ വേഷം ഗൗരവമുണ്ട്, കള്ളൻ്റെ വേഷം കള്ളനായിട്ട് തന്നെ ഇരിക്കണം, അജയൻ്റെ വേഷമാണെങ്കിലോ ഒരു സാധാരണ യുവാവും അതേസമയം അങ്ങേർക്ക് ഈ ആക്ഷനും ഉണ്ട്. ആക്ഷൻ വരുമ്പോൾ അജയനെ അല്ല, വേറൊരാളായി മാറുകയാണ്. അതൊക്കെ ടൊവിനോ നന്നായിട്ട് ഈ സിനിമയിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ലാലേട്ടൻ്റെ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട്, ആദ്യം അവസാനമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതേ ഇതിൽ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല, സിനിമ കണ്ട് മനസ്സിലാക്കിക്കൊള്ളുക. അത് ഈ സിനിമയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമൊന്നുമല്ല, എന്നാലും നമുക്ക് ലാലേട്ടൻ ഉണ്ട് എന്നൊരു തൃപ്തി നൽകുന്ന ഒരു വിഷയമാണ്, അത് ഇതിലുണ്ട്. പിന്നെ ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങളിൽ സുരഭി ലക്ഷ്മിയുടെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാട്ടോ. ഒരു മുത്തശ്ശി പോലെയും അതേപോലെ അവരൊരു ഹീറോയിനായിട്ടും ഒക്കെ ഈ സിനിമയിൽ അവർക്കും 2 മുഖങ്ങളുണ്ട്. അതവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ ക്യാരക്ടറുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു സ്ത്രീ കഥാപാത്രം തന്നെ വേണം, അത് ഇവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ രോഹിണിക്കും ഒരു നല്ല അമ്മയുടെ വേഷമാണ്. അത് പിന്നെ പറയണ്ടല്ലോ, രോഹിണി അമ്മയുടെ വേഷത്തിൽ വന്നാൽ അത് അമ്മയായിട്ട് തന്നെ ഇരിക്കും, അതങ്ങനെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ കീർത്തി ഷെട്ടിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അവർക്ക് ഒരു കാമുകിയുടെ ആ ഒരു ലെവൽ തന്നെ, അതങ്ങനെ തന്നെ പോകുന്നുണ്ട്. അതിൻ്റെ മേലെ ഒരു റോൾ അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കാമുകിയായിട്ട് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പ്രധാന വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നെഗറ്റീവ് വിഷയങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയാം. നെഗറ്റീവ് വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നെഗറ്റീവ് അല്ല, അതേസമയം നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ഓരോ പ്രേക്ഷകനും ഓരോ രീതിയിൽ ഇതിൽ പ്രതീക്ഷിക്കില്ലേ, ഇത് ഇങ്ങനെ ആയാൽ മതിയായിരുന്നു, അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഇതിൽ വില്ലൻ വന്നിട്ട് ഇതിലെ ഒരു ക്യാരക്ടറിനെ ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ലോക്ക് പറഞ്ഞാൽ ആളെ ഒരു കുടുക്കിൽ പെടുത്തിയ പോലെ വെച്ചിട്ട് അവനെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ലോക്ക് ആകുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ആൾ മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതേപോലത്തെ ഒരു ലോക്ക് നമ്മുടെ വില്ലനും കൊടുക്കാമായിരുന്നു. അങ്ങനെ വില്ലനെ ആ ലോക്കിൽ പെടുത്തിക്കൊണ്ട് സിനിമ വേറെ രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ മാറും, അതുകൊണ്ട് അവരങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, ഇതിലെ പ്രധാന വില്ലൻ വെറുതെ ഇങ്ങനെ വന്ന് വലിയ ഡയലോഗൊക്കെ പറഞ്ഞാൽ ഒരു അടിയൊക്കെ വേണ്ടേ, നല്ലൊരു ആക്ഷനൊക്കെ വേണ്ടേ, ആൾക്ക് വലിയ ആക്ഷൻ ഇല്ല. ഗംഭീരമുണ്ട്, വില്ലൻ്റെ ആ ഒരു ഗംഭീരത ഇതിൽ ഗൗരവം കാണിക്കുന്നുണ്ട്, പക്ഷേ ആക്ഷൻ കാണിക്കുന്നില്ല. ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഒരു പേടിപ്പിച്ചുകൊണ്ടേ പോയിട്ട് അവസാനം ആൾ ഒന്നുമില്ലാതാകുന്ന പോലെ വന്നു കഴിഞ്ഞാൽ അതൊരു സുഖമില്ല. പക്ഷേ ആൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൗരവ സ്വഭാവമുള്ള വില്ലനാണ് കേട്ടോ, എന്നാലും ഒരു നല്ലൊരു ആക്ഷൻ വേണമായിരുന്നു എന്ന് പറയായിരുന്നു. അതുപോലെ സുരഭി ലക്ഷ്മിയുടെ ക്യാരക്ടർ, ആ ക്യാരക്ടറിന് എന്ത് സംഭവിച്ചു എന്ന് ഈ സിനിമയിൽ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായില്ല. അവർ പെട്ടെന്ന് കാണാതാവുന്നു. പിന്നെ ഇതിലെ ഒരു ക്യാരക്ടറിന്, അതായത് ഞാൻ ഈ പറഞ്ഞ 3 ക്യാരക്ടറുകളിൽ ഒരു ക്യാരക്ടറിന് ഒരുപാട് കുത്തു കൊള്ളുന്നുണ്ട്. കത്തിയിൽ ഒരുപാടല്ല, ഈ കാലിൽ കത്തിയിൽ കീറുന്നുണ്ട്, അതേപോലെ വയറ്റിലൊക്കെ വലിയ ഒരു വാള് പോലെ കൊണ്ടുവന്ന് കുത്തുന്നുണ്ട്. കുത്തിയിട്ട് ആൾ അപ്പം ഭയങ്കര ക്ഷീണമാണെങ്കിലും അതിന്ന് കുറേ ചോര താഴേക്ക് പോകുന്നുണ്ട്. പിന്നെ വെള്ളത്തിൽ വീഴുന്നൊരു രംഗമുണ്ട്, അപ്പോൾ വെള്ളം മുഴുവൻ ചോര കളറാവുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആൾ ഒരു അബോധാവസ്ഥയിലേക്കേ പോകുന്നില്ല. അത് കാണുമ്പോൾ ഒരു ലോജിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതൊരു സിനിമയാണ്, സിനിമയിൽ ചോദ്യമില്ലല്ലോ. അതുപോലെ കടങ്കഥയിൽ നമ്മൾ ചോദ്യം ചോദിക്കരുതല്ലോ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഇതൊരു കഥയാണ് അതിൽ ചോദ്യമില്ല പറയില്ല. അതുപോലെ സിനിമയാണിത്, അതിൽ ചോദ്യമില്ലാതെ നമ്മളിങ്ങനെ ആസ്വദിച്ച് പോകണം. ആ ഒരു അർത്ഥത്തിൽ അത് നമുക്ക് കുഴപ്പമില്ല എന്ന് സഹിക്കാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ നെഗറ്റീവ് വിഷയങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൊവിനോയുടെ 3 മുഖങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അങ്ങനെ ഇങ്ങനെ 3 മുഖങ്ങളിൽ ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ ഒരേ സമയം. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരേ സമയം ഇത് 3 ചെയ്യണമെങ്കിൽ കമലഹാസൻ്റെ പോലത്തെ ഒരു സ്വഭാവം വേണം. അങ്ങേര് 10 അവതാരമൊക്കെ ചെയ്യുമല്ലോ, അതുപോലത്തെ ഒരു ആക്ടർ ടൊവിനോയ്ക്കുള്ളിലുണ്ട് എന്ന് ഈ സിനിമയിൽ അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ടൊവിനോയുടെ ആ അഭിനയം കൊണ്ടും ഇതിലെ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടുമൊക്കെ ഈ സിനിമ എനിക്ക് ഇഷ്ടമായി, കണ്ടിരിക്കാം, കുഴപ്പമില്ല. അപ്പോൾ അജയൻ്റെ 2ാം മോഷണം കുഞ്ഞിക്കേളുവിൻ്റെയും മണിയൻ്റെയും അജയൻ്റെയും വേറിട്ട 3 മുഖങ്ങൾ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.